എബ്രായർ 11:11 നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. 90 വയസ്സായ സാറ പ്രസവിച്ചത് വിശ്വാസത്താലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് വായിക്കുന്നത്. പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. എങ്ങനെ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ. ജീവനുള്ള ദൈവം വിശ്വസ്തൻ എന്നെണ്ണുകയാൽ. സത്യത്തിൽ അബ്രാഹാമിനാണ് ദൈവ വിളി കിട്ടിയത്. അബ്രാഹാമിനോടാണ് ദൈവം നേരിട്ട് അരുളി ചെയ്തത്, ഞാൻ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന്. എന്നാൽ ഭാര്യയായ സാറ ഭർത്താവായ അബ്രാഹാമിനെ അനുസരിച്ച് അബ്രാഹാമിനോടൊപ്പം പുറപ്പെട്ടു. വെറുതെ പുറപ്പെടുകയല്ല ചെയ്തത്. വാഗ്ദത്തം ലഭിച്ച അബ്രാഹാമിന്റെ വാക്ക് വിശ്വസിച്ചു. സാറയോട് ദൈവം നേരിട്ട് എന്തെങ്കിലും അരുളി ചെയ്തതായിട്ട് ഇവിടെ കാണുന്നില്ല. എന്നാൽ വിളി കേട്ടിറങ്ങിയ അബ്രാഹാമിന്റെ പിന്നാലെ സാറ ഇറങ്ങി തിരിച്ചത് വിശ്വാസത്താലായിരുന്നു. ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞു പോയി. അബ്രാഹാമിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സാറ കണ്ടു. വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ലഭിച്ചതാണ് അബ്രാഹാമിന്, ഞാൻ നിനക്കൊരു സന്തതിയെ തരാമെന്ന്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒരു മകനെയും ലഭിച്ചില്ല, ഒരു സന്തതിയും ജനിച്ചില്ല. പല പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കണ്ടു. പക്ഷെ അപ്പോഴും സാറ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പക്ഷേ സാറ ഉള്ളിൽ ചിരിച്ചു എന്നെല്ലാം നാം ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോഴും സാറ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് സാറയുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. 90 വയസ്സായ സാറ ജരാനരകൾ ബാധിച്ച് തൻ്റെ ശരീരമെല്ലാം ചുളിഞ്ഞ് പുത്രോത്പാദനത്തിലുള്ള ശക്തി എല്ലാം ക്ഷയിച്ചു പോയ സാറ പക്ഷേ 90-ാമത്തെ വയസ്സിൽ പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ ശക്തി ലഭിക്കുവാൻ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, വിശ്വാസം. എന്ത് വിശ്വസിച്ചു? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം നമ്മുടെ വിശ്വാസത്തിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. നാം വിശ്വാസത്തോടെ ഒരു വാക്ക് പറയുന്നുവെങ്കിൽ അത് നമ്മുടെ നാവിന്മേലാണ് അധികാരം തന്നിരിക്കുന്ന ദൈവം. നമ്മുടെ നാവിന്മേലാണ് സകല അധികാരവും ഇരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കുമെന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങിയ അവസ്ഥകളെയും നിർജീവമായി പോയ അവസ്ഥകളെയും ജീവനുള്ളതാക്കി മാറ്റുവാൻ ശക്തിയുള്ള കർത്താവാണ്. ഹല്ലേലൂയ.